ഇത് സെറ്റാണെന്ന് എനിക്ക് തോന്നണില്ല. നമ്മൾ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. സ്നേഹമുണ്ടല്ലേ നമ്മ തല്ലുപിടിക്കണം. ഞാൻ പോവാണ്. നീ ഒന്നാ ഉടുക്കത്തെ മഴ ചെയ്യുന്നടാ. പിള്ളേര് പടിഞ്ഞാറ് കിടന്ന് തിമിർക്കേട് കണ്ടത്തില് നെസ്റ്റ് പഠിച്ച് 3 വർഷം സ്നേഹിച്ചവരെക്കാൾ വില ഉണ്ടല്ലോടാ 22 വർഷം സ്നേഹിച്ചവർക്ക്. തീർച്ചയായിട്ടും. തേച്ചാ അവള് പറയണേ ഞങ്ങൾ തല്ലുകൊടുത്തോണെന്ന്. ഞാൻ ശരിയല്ല പോട്ടെ, വേറെ കെട്ടാനായിരിക്കും. എന്നെ മടുത്തടാ, എന്നെ വേണ്ടാ പറഞ്ഞടാ. മാർക്കോ 3 വർഷമായിട്ടുള്ളവരൊക്കെ പോട്ടെ, 8 വർഷമായിട്ട് ഞാനില്ല നിന്റെ കൂടെ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിനക്ക് പെണ്ണില്ലല്ലോ. അത് കൊള്ളാം. പെണ്ണില്ലാത്തോണ്ടേ ഞാനിങ്ങനെ മൂഞ്ചിക്കുത്തി മോങ്ങിയിരിക്കണില്ല, എനിക്ക് സമാധാനമുണ്ട്. നീ പറഞ്ഞ കേട്ടാ മതിയായിരുന്നു, ഈ പ്രേമൊന്നും വേണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഇത്ര നാളത് ഞാൻ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്താ? ഇനി കുഴപ്പമില്ല, അത് കേട്ടാ നീ അവളെ വെറുത്ത് മറക്കും. ഞങ്ങളെ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടായി മറൈൻ ഡ്രൈവിൽ വെച്ച് ഒരു ജിമ്മൻ അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ 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 നടക്കണം അവള്. എടാ അവള് വെറും അലമ്പാടവള്. അവനും വരെയും ഏതെങ്കിലും ജിമ്മിൽ നീ കിടന്ന് മോങ്ങനെ എന്തിനാണ് നീ? എടാ അവള് പോയി നിന്റെ ബായിക്കൂടെ പൊട്ട സാധനം തിരിച്ചു ചോദിക്കാനായിരിക്കും. നീ പോവാന്ന് കണ്ടോ, ഞാൻ പോയി കൊടുത്തോളാം. നീ മൂത്ത് നോക്കിട്ടുണ്ട് വർത്താനം പറയാണ്ട് എനിക്ക് എടുക്കണേ. പറ. ഞാൻ നിന്റെ അടുത്ത് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് നേരിലത് പറ്റൂലടാ. എന്താടി നിന്റെ ജിമ്മൻ ചത്ത? ഞാൻ അറിഞ്ഞടി നിന്റെ അഴിഞ്ഞാട്ടോക്ക. അവളെ വിളിച്ചേക്കണിപ്പാ, അവളറിയാണ്ട് പറഞ്ഞേണെന്ന്. അവൾക്ക് ഞാനില്ലാണ്ട് പറ്റൂലാന്ന്. അവളെന്നാലേ ഇത്ര കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. അവള് വെറുതെ പറഞ്ഞാ ആന്ന് ഞാനും വെറുതെ പറയാണ്. എന്ത് അങ്ങനെ ഒരു ജിമ്മനൊന്നുമില്ല. പിന്നൊന്നും ഓക്കെ ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെടുത്തൊക്കെ. അവള് നല്ല കൊച്ചല്ലേ, നീ അവളൊന്ന് വിളിച്ച വേഗം. പിന്നെ പടിഞ്ഞാറ് പിള്ളേര് കളിക്കാൻ വെച്ചാൽ ഞാൻ പോയിട്ടില്ല. ഞാൻ കളിക്കാൻ പോയി ഇവിടെ എല്ലാം ശരിയായിക്കോളാം. നീ അവളെ വിളിച്ചിക്കട്ടാ.